ഇപ്പൊ തന്നെ ടിസ്റ്റ് ആയില്ലേ സംഭവം? അതായത് ഇംഗ്ലീഷിൽ മലയാളത്തില് ആന അലറലോട് അലറെന്നൊക്കെ പറയും. അതേമാതിരി ഇംഗ്ലീഷിൽ കുറച്ച് രസകരമായിട്ടുള്ള സംഭവമാണ്. അത് മാത്രമല്ല ഇതില് ക്യാഷ് പ്രൈസ് ആണ്. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാക്കിയാൽ ഇതിന് ഒരാൾക്ക് 1500, ഒരാൾക്ക് 500. ഓക്കെ, ഫുള്ള് റെഡിയാക്കിയാൽ 1500, മൂന്നെണ്ണം ശരിയാക്കിയാൽ 1500. ഇനി 6 ശരിയാക്കിയാൽ 6 ശരിയാക്കിയാൽ 3000 റുപ്പീസ് ആണ് ഒരാൾക്ക് കയ്യിൽ കിട്ടാൻ പോകുന്നത്. രണ്ടാൾ ഫുള്ള് റെഡിയാക്കൂല. ചലഞ്ച് ചെയ്ത് നോക്കി. ഇല്ല, റെഡിയാക്കൂല. രണ്ടാളും ശരിയാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് 3000, മറ്റൊരാൾക്ക് 3000 കിട്ടും. ഓക്കെ, ഈ ഒരാളെ ശരിയാക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് 3000 കിട്ടും. ഓക്കെ ഓക്കെ, അത് നല്ലൊരു പോയിന്റ് ആണ്. ഒരാളാണ് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ 6000 ആ ആക്കി ഞാൻ രണ്ടുപേരും ശരിയാക്കാൻ 3000. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ ചലഞ്ച്? ചെറിയൊരു വീഡിയോയിലൂടെ 6000 ആണ്. ഇത് ഞങ്ങൾ വെച്ചിട്ടുള്ളത് 3000 ഐശ്വര്യാണ്, 3000 എന്റേതാണ്. എങ്ങനെയാണ് ഞങ്ങൾ ഷെയർ ഇട്ടിട്ടുള്ളത്? എന്റെ 3000 പോയി കിട്ടോ, ഐശ്വര്യ 3000 പോയി നമുക്ക് കത്തില്ല. പോകില്ല. ഐശ്വര്യ കൊണ്ടാൻ സാധ്യതയുണ്ട്. ഒരാൾക്ക് എത്ര വട്ടം പറയാം? 3 പ്രാവശ്യം. ഫസ്റ്റ് ശരിയായ ആദ്യം മതി. തെറ്റി കഴിഞ്ഞാൽ 2 പ്രാവശ്യം. എക്സാം ഒന്ന് വായിച്ചില്ല. എ ബിഗ് ബ്ലാക്ക് ബഗ് ബിറ്റ് എ ബിഗ് ബ്ലാക്ക് ബിയർ. അങ്ങനെ വായിച്ചു പോയാൽ പോലെ ഒരു സ്പീഡ് പറയണം. എ ബിഗ് ബ്ലാക്ക് ബഗ് ബിറ്റ് എ ബിഗ് ബ്ലാക്ക് ബിയർ. അങ്ങനെ നല്ല ട്രൈ ചെയ്തിട്ട് എനിക്ക് പഠിക്കാൻ പഠിച്ചു വെച്ചിട്ട് എനിക്ക് പണി തരാൻ പറ്റുന്നതാണ്. ഞാൻ ചെറുതായിട്ട് നോക്കിയിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ചലഞ്ച്. ഇതാണ് 6 വേഴ്സ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ചലഞ്ച് അല്ലേ ഗൈസ്? ഓക്കേ, യെസ്. ഞാൻ ശരിയാക്കുമ്പോ അതിന് 500 എനിക്ക് തരണം. ഈ ശരിയാക്കുമ്പോ ഇതിന് 500 എനിക്ക് തരും. ഓക്കെ, എന്റെ ഫുള്ള് തെറ്റി എന്റെ കൈ കാര്യവും അല്ലെങ്കിൽ എന്റെ കാര്യവും അങ്ങനെ മനസ്സിലായി. ആദ്യത്തെ പേര് ഇപ്പൊ അമ്പി നല്ല വർക്കിലാണ്. റെഡ് ലോറി, യെല്ലോ ലോറി. സ്പീഡ് എങ്ങനെ പറഞ്ഞു? ഒരു വട്ടം പറഞ്ഞ പോലെ. റെഡ് ലോറി, യെല്ലോ ലോറി. ഇനി പറയില്ല കേട്ടോ, പറഞ്ഞു പറഞ്ഞ് തെറ്റിക്കാൻ പറയില്ല. പിടിച്ചോ, പറയൂ. ഞാനാണല്ലേ. A big black bug beat a big black bug. രണ്ട് പറയാം. അപ്പൊ ശരിയാവും. A big black bug beat a big black bear. ഒരൊറ്റ മതി. റെഡിയാവും. പറ്റില്ല. ഫസ്റ്റ് ടൈം പറഞ്ഞു വെച്ചു. A big black bear. ഒരു ടൈം. A big black bug beat a big black bear. ഇവിടെ കാണില്ല. നൈസ് നഴ്സസ് നഴ്സിംഗ് നൈസ്ലി. സ്പീഡ് തന്നെയാണ്. അതിന്റെ സ്പീഡ് നീ കൂട്ടായി കേട്ടാ. ഇത് പറ്റാ ല്ലേ? പിടിക്കൂ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ശരിയായല്ലേ? ഞാൻ എന്റെ കൈക്കിട്ടല്ലേ? അപ്പൊ അന്റെ ശരിയായ ഞാൻ അങ്ങോട്ട് തന്നെ.
എനിക്ക് തിരിച്ച് പൈസ തിരിച്ചു കേട്ടോ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡിയല്ല തെറ്റട്ടെ റെഡ് ബൾബ് ബ്ലൂ ബൾബ്. പോയി എന്റെ 500 കയ്യിൽ തന്നെ നിൽക്കേ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ശരി. വീടുണ്ട 500 പോയി ഗൈസ്. 3,200 and 2,500 ആയി. 3,500 പറഞ്ഞല്ലോ. Fuzzy was a deer. Fuzzy had no hair. ഒന്ന് ശിവനം. ഇനി സ്പീഡിലാണ് അറിയാം. ഇതെന്തേ അപ്പൊ എങ്ങനെയാ വീട്ടിൽ ഇനി 3000 ആയില്ലേ? ആയി. അടുത്ത ഞാൻ ലാസ്റ്റ് ആയി. Fuzzy was a ഒന്ന് Fuzzy was a bear. Fuzzy had no hair. സ്പീഡില്ല. ഭയങ്കര സ്ലോ ആണ്. ഒന്നും വേണം. Fuzzy was a bear. Fuzzy had no hair. അങ്ങനെയല്ലേ? Fuzzy had no hair എന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് had no hair എന്ന് പറഞ്ഞത്. ഈ fuzzy had no hair എന്ന് പറഞ്ഞത്. ഞാൻ കേട്ടോ. ഓട്ടെ കുഴപ്പമില്ല. നമ്മളെ അങ്ങനെ തോന്നി. ലാസ്റ്റ് ആൻസർ ഇതാണ് തെറ്റണം. എന്ത് ഈ ലാസ്റ്റ് അങ്ങനെ നോക്കി പഠിക്കരുത്. അല്ല ഓൾറെഡി നോക്കിയിട്ടാണ് വെച്ചത്. ഞാൻ എഴുതിയപ്പോ നോക്കി ഇവിടെ കാണില്ല. Give Papa a cup of proper coffee in a copper coffee cup. എന്ത് അങ്ങനെയാണോ? ആ നിങ്ങൾ ഈ പൈസ നേരത്തെ തന്നല്ലോ. ഞാൻ വസി പറഞ്ഞപ്പോ ആ തന്നല്ലോ തന്നെ. ഇവിടെ ഇന്ത്യ കാര്യത്തിലേ ഉള്ളൂ. അങ്ങനെ വായിച്ചൊക്കെ പാടില്ല. Give Papa a cup of proper coffee in a copper coffee cup. ഓൾറെഡി ഞാൻ നോക്കില്ല. കുഴപ്പമില്ല. അപ്പൊ ഗൈസ് ഇറങ്ങട്ടെ അത് അയ്യോ തരി എന്നോട് പറഞ്ഞു. ഒന്ന് ഇഷ്ടം ഞാൻ 6000 കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോ 3,500 എനിക്ക് കൂടി കിട്ടി ഗൈസ്. 500 കൂടി കിട്ടി. ഒരു 500 ആഴ്ച കഴിക്കലാക്കി ഗൈസ്. വളരെ പ്രസവ സമയത്ത് ഇരിക്കുകയാണ്. അപ്പൊ ഗൈസ് ഈ നല്ലൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ഓളെ 500 കിട്ടിയത് എങ്ങനെ നോക്കിയാണ് കറക്റ്റായിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ.